ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. LP-UPയുടെ മാരത്തോൺ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളും പഠിക്കാൻ റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. രണ്ടാമത് നോക്കാം. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് SCERT നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വേണം നമുക്ക് പറയാം. SCERT സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 4 പീരിയോഡിക് ടേബിൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ ഒരു ആക്ടിവിറ്റീസിലൂടെയൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് ഒരു സമ്മപ്പ് പോലെ ഒരു കോളം തരുന്നുണ്ട്. ആ കോളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം ഞാൻ പഠിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഇതിന് നമുക്ക് ആൻസർ ഒന്ന് പറയാം അല്ലേ? അപ്പോൾ പീരിയോഡിക് ടേബിളിലെ ക്രമവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുന്ന സമയത്ത് ലോഹ സ്വഭാവം എന്താ ചെയ്യുക? ലോഹ സ്വഭാവം എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുക. അപ്പോൾ ഇത് പഠിക്കാൻ ബെറ്റർ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ SCERT തന്ന ആ ഒരു ചാർട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഗ്രൂപ്പിൽ നിന്നും മുകളിൽ നിന്നും താഴോട്ട്, ദെൻ പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട്. അപ്പോൾ ഇത് രണ്ട് കോളം കറക്റ്റായിട്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം നമുക്ക് ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഡൗൺ ദ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ പീരീഡ് എലോങ് എ പീരീഡ് അല്ലെങ്കിൽ പീരീഡിൽ നിന്ന് ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്ന സമയത്ത് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയോ കുറയോ എന്നുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യത്തിൻ്റെ ലാസ്റ്റ് ഒരു ടേബിളാണിത്. അപ്പോൾ ഇത് ശരിക്കും അതിൻ്റെ ഒരു എസൻസ് ആണെന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു കാര്യം, ഈ ഒരു സംഭവം അങ്ങനെ നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ചോദിച്ചു. ഇതൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതങ്ങനെ വൃത്തിയായിട്ട് കാണാതെ തന്നെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നോക്കൂ, ആറ്റത്തിൻ്റെ വലിപ്പമാണെങ്കിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് എന്താ ചെയ്യുക? ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കൂടുക ചെയ്യാം. അപ്പോൾ ഇനി പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ടാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എടുത്താൽ മതി. അപ്പോൾ എന്തായിരിക്കും ചെയ്യുക? കുറയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം എന്താണ്? ഗ്രൂപ്പിലാണെങ്കിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് കൂടും, പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുന്ന സമയത്ത് കുറയുന്നു. ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഓക്കെ അല്ലേ? ഈ ലോഹ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാം. ലോഹ സ്വഭാവം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് എന്താ ചെയ്യുക? കൂടുക ചെയ്യുക കേട്ടോ. കൂടുക ചെയ്യുക. പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും അപ്പോൾ ചെയ്യുക? ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ്, കുറയുക ചെയ്യുക. ഓക്കെ. ഇനി അലോഹ സ്വഭാവം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് കുറയുകയാണ് ചെയ്യുക. കുറയുന്നു എന്നാണ് വരിക കേട്ടോ, അലോഹ സ്വഭാവം. അപ്പോൾ പീരീഡിലായിരിക്കുമ്പോൾ എന്തായിരിക്കും? കൂടുന്നു. ഓക്കെ. ഇനി അയോണീകരണ ഊർജം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് കുറയുക ചെയ്യുക കേട്ടോ. അപ്പോൾ പീരീഡിലാണെങ്കിൽ എന്താ ചെയ്യുക? പീരീഡിലാണെങ്കിൽ അത് കൂടുകയാണ് ചെയ്യുക. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് കുറയുകയാണ് ചെയ്യുക. പീരീഡ് ഇടത്തു നിന്നും വലത്തോട്ട് വരുന്ന സമയത്ത് അത് കൂടുകയാണ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം അതുപോലത്തെ ലോഹ സ്വഭാവവും ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്ന സമയം ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂടും. അതുപോലെ തന്നെ പീരീഡിൽ എലോങ് എ പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ വലിപ്പവും ലോഹ സ്വഭാവവും കുറയുന്നു. വൃത്തി ഇപ്പം തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഇനി അലോഹ സ്വഭാവമാണെങ്കിൽ ഗ്രൂപ്പിലാണെങ്കിൽ അലോഹ സ്വഭാവം, അതുപോലെ അയനീകരണ ഊർജ്ജം, ദെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുന്ന സമയത്ത് ഈ അലോഹ സ്വഭാവം, അയനീകരണ ഊർജ്ജം, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നിവ കൂടുകയാണ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അപ്പോൾ ഈ ഒരു ടേബിളാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായി തന്നേക്കുന്നത്. അപ്പോൾ നോക്കൂ, ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. നോക്കൂ, നമ്മൾ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് ആറ്റത്തിൻ്റെ വലിപ്പം എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക അല്ലേ? കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അത് തെറ്റിപ്പോയി അല്ലേ. ദെൻ പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ശരിയാണെന്നാണ് പറഞ്ഞു. പീരിയഡിൽ എന്താണ് ലോഹ സ്വഭാവം എന്ന് പറയുന്നത് ഇടത്തു നിന്ന് വലത്തോട്ട് വരുന്ന സമയത്ത് കുറയാണ് ചെയ്യുക.
സോ ഇത് കറക്റ്റാണ്, നമ്മുടെ ഓപ്ഷൻ തന്ന ബി കറക്റ്റാണ്. ദെൻ പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ വലിപ്പം എപ്പോഴാണ് കൂടുന്നത്? ഗ്രൂപ്പിലാണ് കൂടുന്നത് അല്ലേ. അപ്പോൾ പീരിയഡ് ഇടത്തു നിന്ന് വലത്തോട്ട് വരുന്ന സമയത്ത് ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. നമുക്ക് ഗ്രൂപ്പിൽ ലോഹ സ്വഭാവം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ഗ്രൂപ്പിൽ ലോഹ സ്വഭാവം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടുകയാണ് ചെയ്യുക അല്ലേ. കൂടുകയാണ് ചെയ്യുക, കുറയുന്നു എന്നല്ല, കൂടുക ചെയ്യുക ഗ്രൂപ്പിൻ്റെ കേസാണെങ്കിൽ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ആ ഒരു ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന SCERT-യിലെ 9th സ്റ്റാൻഡേർഡിലെ ആ ഒരു 4ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവം എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കും, നമ്മുടെ ആ ഒരു ചാർട്ട് അല്ലെങ്കിൽ അവർ SCERT ബുക്കിൽ തന്നെ അതിന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാക്കി ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുകയാണ്. അപ്പോൾ ഒരു ചാർട്ട് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ SCERT നിങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യമാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് SCERT. എസ്പെഷ്യലി നമ്മുടെ LP UP എക്സാംസ് നമുക്ക് മിക്കവാറും ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് SCERT-ൽ നിന്നാണ് കേട്ടോ. അപ്പോൾ സയൻസൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടുതലും SCERT നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സയൻസും അല്ല മറ്റു വിഷയങ്ങളെല്ലാം തന്നെ SCERT നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോപ്പിക് റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ SCERT ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. ആ ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചേക്കുക കേട്ടോ. ഒന്ന് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ഒന്നും കൂടി മനസ്സിരുത്തി വായിച്ച് നോക്കുക. എന്നാൽ ഗ്രൂപ്പിൽ എങ്ങനെ ഡൗൺ ദ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എങ്ങനെ പീരീഡ് ഇടത്ത് നിന്നും അല്ല എലോങ് എ പീരീഡ് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്കത് പെട്ടെന്ന് ഒന്ന് പഠിച്ചു വെച്ചാൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പീരീഡിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് നല്ല രീതിയിൽ പഠിച്ചു വെച്ചിട്ട് പിന്നെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാലും നിങ്ങൾക്ക് മതി കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ന രീതിയിൽ പഠിച്ചു വെച്ചാലും മതി. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ക്ലിയർ ആയല്ലോ? അവിടുത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണേ. അലുമിനിയത്തിൻ്റെ അയിര് ഡാഷാണ്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്, ഹെമറ്റൈറ്റ്, കുപ്രൈറ്റ്, കലാമിൻ. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. നമുക്ക് മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും എല്ലാ PSC എക്സാമിനും കാണാറുണ്ട് അല്ലേ. അപ്പോൾ ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര് എന്ന് പറഞ്ഞാൽ. ബാക്കി തന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അലുമിനിയത്തിൻ്റെ മെയിൻ അയിരാണ് ബോക്സൈറ്റ്. അയൺ അല്ല ഇരുമ്പിൻ്റെയാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ദെൻ കോപ്പറയാണ് കോപ്പർ, പാരറ്റൈറ്റ്സും. ദെൻ കുപ്രൈറ്റ് എന്ന് പറയുന്നത് കോപ്പറുടെ ആണ്. ദെൻ സിങ്ക് എന്താണ്? സിങ്ക് ബ്ലെൻഡും കലാമിൻ. അപ്പോൾ കലാമിനും കലാമിൻ എന്തിൻ്റെയാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ LPSA UPSA എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ തന്നെ പ്രീവിയസ്ലി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പഠിക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ കുറച്ചും കൂടി അരികളും കൂടി പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞു അലുമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റും അലുമിനിയത്തിൻ്റെ തന്നെയാണ് കേട്ടോ. ദെൻ ഇരുമ്പ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ചെമ്പ് മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, ടൈറ്റാനിയം, ഇൽമനൈറ്റ്, റൂട്ടൈൽ ആണ്. ദെൻ ലെഡ്, ഗലീന, ലിത്താർജ്, സിങ്ക്, കലാമിൻ. ഇത് PYQ ആണ്. ഗലീന ചോദിച്ചിട്ടുണ്ട്. ദെൻ മെർക്കുറി ചിഹ്നബലതും ചോദിച്ചിട്ടുണ്ട്. യുറേനിയം പ്ലീച്ച്മെൻ്റ് എന്തിൻ്റെയാണ് ചോദിച്ചിട്ടുണ്ട്? യുറേനിയത്തിൻ്റെ ആണ്. ദെൻ മാംഗനീസ് എന്താണ്? പൈറോളിസൈറ്റിൻ്റെ ആണ്. ഇതും പഠിച്ചു വെച്ചേക്കുക. ദെൻ തോറിയം മോണോസൈറ്റിൻ്റെ ആണ് തോറിയം. ദെൻ വെള്ളി അർജൻറ്റൈറ്റ്, ഇതും പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ സ്വർണം ബിസ്മത്ത് അറൈറ്റ് ആണ് സ്വർണത്തിൻ്റെ. അപ്പോൾ ഈ ഒരു ചാർട്ട് ഇതിൽ മിക്കവാറുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ PYQ ആണ് കേട്ടോ. ഇത് PYQ നിന്ന് എടുത്ത സംഭവമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ലോഹങ്ങളും അയിരുകളും എന്നുള്ള ടോപ്പിക്ക് മിക്കവാറുള്ള PSC എക്സാം നമ്മൾ ചോദിക്കുന്നതാണ്. സോ ഇത് രണ്ടും തന്നെ ഫുള്ളായി പഠിച്ചു വെച്ചേക്കുക കേട്ടോ. കുട്ടി നോട്ട്സ് പോലെ ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ തരികയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ, സെക്കൻഡ്, ജൂള്, പ്രകാശവർഷം. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അപ്പം മീറ്റർ എന്തിൻ്റെയാണ്? മീറ്റർ എന്ന് പറയുന്നത് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്തിൻ്റെയാണ്? സമയത്തിൻ്റെയാണ്. ജൂളാണ് ഊർജ്ജത്തിൻ്റെ വരുന്നത്. ഇതിന് പ്രകാശവർഷവുമായി ബന്ധപ്പെട്ട 1-2 പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. നോക്കൂ, പ്രകാശവർഷം ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളിൽ ഒന്നാണ് പ്രകാശവർഷം കേട്ടോ. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പാരാലിറ്റിക് സെക്കൻഡ്, പാർസെക്, ഇതൊക്കെ നമ്മൾ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ഉള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.496 × 10⁻11 മീറ്റർ ആണ്. ദെൻ 1 പാർസെക് എന്ന് പറയുന്നത് 3.086 ചോദിച്ചിട്ടുണ്ട്. ഇനി 10⁻16. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കുക കേട്ടോ.
ഇനി വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതും PYQ ആണ്. ദെൻ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിൽ നമ്മൾ പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ എത്ര പ്രകാശവർഷം? ഇമ്പോർട്ടൻ്റ് ആണ്. 3.26 പ്രകാശവർഷമാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ തന്നെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്, അളവുകളും യൂണിറ്റ് എന്ന ടോപ്പിക്, ഫിസിക്സ് എന്നൊരു ടോപ്പിക്കിൽ നിന്ന് വന്നതാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് അളവുകളും അതിൻ്റെ യൂണിറ്റുകളും നമുക്ക് പഠിച്ചു വെക്കാം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടാണ്. ഉച്ചത എന്താണ്? ഡെസിബൽ. PYQ ആണ്. ഇതൊക്കെ PYQ ആണ് കേട്ടോ. മർദ്ദം എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്കലാണ്. ആവൃത്തി ഹെർട്സ് ആണ്. ഇൻഡക്റ്റൻസ് ഹെൻറി ആണ് കേട്ടോ. ദെൻ പ്രവൃത്തി, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രവൃത്തി, ഊർജ്ജം, താപമൊക്കെ എന്താണ്? ജൂളാണ്. കപ്പാസിറ്റൻസ് എന്താണ്? ഫാരഡ് ആണ്. ബലം അല്ലെങ്കിൽ ഭാരം ന്യൂട്ടൺ ആണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. ചാർജ് ഏതാണ്? കൂളോം ആണ്. കൂളോം കഴിഞ്ഞ് LP UP NCയിൽ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ അളവുകളും യൂണിറ്റുകളും എന്ന ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ ഭാരം നമുക്കറിയാം ന്യൂട്ടൺ ആണ്. പിണ്ഡം മാസ് എന്താണ്? കിലോഗ്രാമിലാണ്. ഡെൻസിറ്റി സാന്ദ്രത എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ദെൻ മൊമെൻറ്റം ആക്കം എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. ത്രസ്റ്റ് അല്ലെങ്കിൽ വ്യാപക മർദ്ദം എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി പവർ എന്താണ്? വാട്ട്. ഇത് ചോദിച്ചതാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കലിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കാന്തിക ഫ്ലക്സ് വെബർ ആണ്. ഇതും പഠിച്ചു വെച്ചേക്കുക. ലെൻസിൻ്റെ പവർ ചോദിച്ചതാണ്. ഡയോപ്റ്റർ ആണ്. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ ആണ്. ദെൻ റേഡിയോ ആക്ടിവിറ്റി എന്താണ്? ക്യൂറി അല്ലെങ്കിൽ ബെക്യുറൽ ആണ്. ദെൻ കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ലയാണ്. ഇലൂമിനൻസ് ലക്സ് ആണ്. വൈദ്യുത ചാർജ് കുളോം. വൈദ്യുത പ്രതിരോധം ഏതാണ്? ഓം ആണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ലൂമിനസ് ഫ്ലക്സ് ലൂമൺ ആണ്. തിളക്കം ബ്രൈറ്റ്നസ് കാൻഡല പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ടിക്ക് ചെയ്തൊക്കെ ഒന്ന് പ്രത്യേകം ഓർക്കുക. PYQകളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഏത്? അപ്പോൾ എന്തൊക്കെയാണ് പ്രസ്താവന നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹ്ലനോബിസ്. അപ്പോൾ ഇതിൽ തന്നതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി വരിക? അപ്പോൾ ആൻസർ നമുക്ക് പറയാം. ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ശരിയാണ് അല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എപ്പോഴാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എപ്പോഴാണ്? 2015 ജനുവരി 1. അതും ശരിയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹ്ലനോബിസ് അല്ലേ. അതും ശരിയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. 1, 2, 3, 4 എല്ലാം തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സ്ട്രാ ഫാക്ട്സുകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ? ഇതൊക്കെ നിങ്ങൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ ഓൾറെഡി ചെയ്താണ്. വൃത്തിയായിട്ട് തന്നെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 മാർച്ച് 15. ഡേറ്റും സഹിതം പഠിച്ചു വയ്ക്കണം. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നതാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ദെൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ദെൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഇതൊക്കെ പഠിക്കണം. ദെൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ ചോദിക്കാൻ അത് നരേന്ദ്രമോദിയാണ്. ദെൻ അവസാനത്തെ ഉപാധ്യക്ഷൻ മോണ്ടേങ് സിംഗ് അലുവാലിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും തന്നെ പഠിക്കണം. എല്ലാം തന്നെ നമുക്ക് മറ്റ് എക്സാംസിനൊക്കെ ഒത്തിരി ചോദിച്ചതാണ് കേട്ടോ PSCയുടെ. ഇനി നമുക്കിനി നീതി ആയോഗിൻ്റെ കാര്യം നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 2015 ജനുവരി 1. അതും ഡേറ്റ് സഹിതം പഠിക്കണം. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. ഇനി നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരി. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം PYQ ചോദിച്ചാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ പ്രഥമ CEO, പ്രഥമയൊക്കെ പഠിക്കണം. ആദ്യത്തെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കണം. സിന്ധുശ്രീ ഗുല്ലറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനായ അരവിന്ദ് പനഗരിയുടെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. അതും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഇന്ത്യ ദ എമേർജിംഗ് ജൈൻറ്റ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേതാണ്? നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനായ അരവിന്ദ് പനഗരിയുടെ പുസ്തകമാണ്.
ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട നീതി ആയോഗുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യമാണ് വൈസ് ചെയർമാൻ അല്ല. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ സുമൻ ബെറിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ദെൻ CEO ഓഫ് നീതി ആയോഗ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് CEO ഓഫ് നീതി ആയോഗ് ആരാണ്? BVR സുബ്രഹ്മണ്യം ആണ് കേട്ടോ. ഇപ്പോൾ രണ്ടും നീതി ആയോഗുമായി ബന്ധപ്പെട്ട 2 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇതും പഠിച്ചു വയ്ക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു, നീതി ആയോഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ എന്താണ് മെഹ്ലനോബിസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം കേട്ടോ. PC മെഹ്ലനോബിസ് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മെഹ്ലനോബിസ് ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയും കൂടിയാണ് PC മെഹ്ലനോബിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും PC മെഹ്ലനോബിസ് ആണ് 1931 ഡിസംബർ 17. ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. PC മെഹ്ലനോബിസ് ആണ്. ദെൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ജൂൺ 29 നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം എപ്പോഴാണ്? ജൂൺ 29 മെഹ്ലനോബിസിൻ്റെ ജന്മദിനമാണ് അന്ന് കേട്ടോ. ദെൻ ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും PC മെഹ്ലനോബിസ് ആണ്. മെഹ്ലനോബിസ് ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമെന്ന് സംഖ്യ എന്നതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അപ്പോൾ നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കൂ, നിസ്സഹകരണ പ്രസ്ഥാനം എപ്പോഴാണ്? ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പോൾ ഏതൊക്കെയാണ് വർഷം എന്ന് ഓർക്കാവോ? അപ്പോൾ അതായത് ചമ്പാരൻ സത്യാഗ്രഹം എപ്പോഴാണ്? 1917. 1918 ഖേദ സത്യാഗ്രഹം വരുന്നത്. 1920 എപ്പോഴാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാ വരിക? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ് അല്ലേ? ഓപ്ഷൻ A ആണ് വരുന്നത്. 1917 മൂന്നാം ഫസ്റ്റ് വരും, ചമ്പാരൻ സത്യാഗ്രഹം വരും. അത് കഴിഞ്ഞ ശേഷമാണ് ഖേദ സത്യാഗ്രഹം 1918. 1920 1920 എന്ത് വരും? നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നത്. ദെൻ 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വർഷങ്ങളൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.